വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പിണറായി. തോൽവിക്ക് ശേഷം മാധ്യമങ്ങളെയും കാണാതെ മുഖ്യമന്ത്രി. തോൽവിക്ക് ശേഷം മാധ്യമങ്ങളെ കാണാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല. MLA ഓഫീസിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ ഫലം മോശമായതിനെ തുടർന്ന് ഓഫീസിൽ വന്നില്ല. അതേസമയം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടിയും പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയവും അതീവ ഗൗരവത്തോടെ കാണുന്നതായി CPM പോളിറ്റ് ബ്യൂറോ. 10 വർഷം നീണ്ടുനിന്ന ഭരണത്തിനു ശേഷം കേരളത്തിൽ LDF പരാജയപ്പെട്ടത് ജനവിധി മാനിച്ചു തന്നെ പരിശോധിക്കുമെന്ന് പാർട്ടി അറിയിച്ചു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ജനക്ഷേമത്തിനായി പരമാവധി ശ്രമിച്ചിട്ടും കേരളത്തിൽ ഭരണ തുടർച്ച നേടാനാവാത്തത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി പരിശോധിക്കും. പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഗൗരവമായ ആത്മപരിശോധന നടത്തുമെന്നും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിച്ച് ജനകീയ ചോദ്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പാർട്ടി വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ BJPക്കുണ്ടായ മുന്നേറ്റത്തെ പാർട്ടി ആശങ്ക രേഖപ്പെടുത്തി. വർഗീയ ധ്രുവീകരണവും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവുമാണ് ബംഗാളിൽ BJPക്ക് തുണയായതെന്നാണ് CPM ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം വെല്ലുവിളികൾക്കിടയിലും ബംഗാളിൽ ഇടതുപക്ഷത്തിന് തങ്ങളുടെ വോട്ട് വിഹിതത്തിൽ നേരിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. തമിഴ്നാട്ടിൽ വിജയുടെ TVക്ക് ഒരു വലിയ ശക്തിയായി ഉയർന്നു വന്നതും DMK സഖ്യത്തിനുണ്ടായ തിരിച്ചടിയും പാർട്ടി നിരീക്ഷിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ഉടൻ യോഗം ചേരും. മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനായുള്ള പോരാട്ടം കൂടുതൽ കരുത്തോടെ തുടരുമെന്നും തങ്ങളിൽ വിശ്വാസമർപ്പിച്ച വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നതായും CPM പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയ നേതാക്കളെ തളിപ്പറമ്പിൽ തിരുത്തിയ അണികൾ. വിനാശകാലെ വൻ ഭൂരിപക്ഷം നേടി TK ഗോവിന്ദൻ. ഇന്നുവരെ കേരളത്തിൽ CPMൽ കേട്ടുപരിചയമില്ലാത്ത തരത്തിലൊരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. അതായിരുന്നു തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നടപടി. CPMന് മൃഗീയ ഭൂരിപക്ഷമുള്ള ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ജീവിത പങ്കാളിയുമാണ് ശ്യാമള. പാർട്ടി ശക്തി കേന്ദ്രത്തിൽ യോഗ്യരായ സ്ഥാനാർത്ഥികൾ മറ്റനേകം പേർ വേറെയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് PK ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ചോദ്യം ആദ്യം ഉയർന്നത് മറ്റെവിടെയുമല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ്. അതുയർത്തിയതാകട്ടെ CPMന്റെ ജില്ലയിലെ തന്നെ സമുന്നതനായ നേതാവായിരുന്ന TK ഗോവിന്ദനും. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്നായിരുന്നു TK ഗോവിന്ദന്റെ നിലപാട്. താൻ അധ്യക്ഷനായി നടന്ന മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നുവെന്നാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. യോഗ്യരായ മറ്റനേകം പേരെ തഴഞ്ഞ് ഈ നിലയിലൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിൽ പ്രതിഷേധിച്ച് താൻ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് LDFന്. ഇത്രയും വലിയ തിരിച്ചടിക്ക് കാരണമെന്തെന്ന് പരിശോധിക്കുമെന്ന് പറയേണ്ട അവസ്ഥയിലായി CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരുമൊക്കെ. ആരും അഹങ്കരിക്കേണ്ട, അടുത്ത തവണ കരയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുകയാണ് CPM ഇപ്പോൾ.